Romy and welcome to another video of Romy Vlog Diaries. And നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിലാണ്. സോ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഒരു തുറന്നിങ്ങനെ കയറുന്ന ഫീലാണെങ്കിലും അകത്തെത്തുമ്പോൾ ഒരു ട്രഡീഷണൽ കണ്ടംപററി സ്റ്റൈലിലാണ് ഇവർ ഈ ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അകത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം കൊതുക് കടിയുടെ ശല്യമുള്ളത് കൊണ്ട് ഇവർ ബെഡിൽ നെറ്റൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. TV, കബേർഡ്, ലോക്കർ ബാലിയിൽ മിക്ക ഹോട്ടൽസിലും ലോക്കർ അവൈലബിൾ ആണ്. ആൻഡ് അതെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെ റൂഫ് അടിപൊളിയായിട്ടുണ്ട്. എനിക്കിതിൻ്റെ റൂഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു പിരമിഡ് സ്റ്റൈലിലാണ് അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞു പൂളും കാണാം. നല്ലൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. പൂളിൽ കുളിച്ചിട്ട് മതിയായില്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോയി ബാത്ത് കുളിക്കാം. അത് പോരാനായിട്ട് ലൈക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് റൂഫിംഗ് ആണ്. അത്യാവശ്യം ഫുള്ളി അല്ല, പാർഷ്യലി. പിന്നെ മിററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക് ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന മിററാണ്. സോ നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. നമുക്ക് ബാലിയിലെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് കുറേ കമ്പിലിങ്ങനെ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻസ് കണ്ടോ? ഇത് ബാലി ട്രഡീഷനാണ്. ഇവിടെ ബാലിയിലെ മിക്ക സ്ഥലത്തും നമ്മൾ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് സംഗം റെസ്റ്റോറൻറ്റ്. ബാലിയിൽ ഇതിനെങ്ങനെ തന്നെയാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ സംഗം റെസ്റ്റോറൻറ്റ് എന്നേ ഇനി പറയത്തുള്ളൂ. നമ്മളൊരു ഡിസംബർ ടൈമിലാണ് അവിടെ പോയത്. അതുകൊണ്ട് എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സും ക്രിസ്മസ് ഡെക്കറേഷൻ ലൈക്ക് ഹാറ്റ്സ് ആൻഡ് കോമ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർഫോൾസ് കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഒറിജിനൽ വാട്ടർഫോൾ ആണെന്ന്. പക്ഷേ അല്ല, നമ്മളെ ഇവർ പറ്റിച്ചു. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തൊരു വാട്ടർഫോളാണ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ സൗണ്ട് കേട്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര രസമാണ്. ആൻഡ് ഇതിനടിയിൽ തന്നെ ഒരു പോണ്ടും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോണ്ടിൽ ഫുൾ കോയി ഫിഷസ്, അതും കളർഫുൾ കോയി ഫിഷസ് ആണ്. ഞാൻ അതിനൊന്ന് ഫീഡ് ചെയ്യാനൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വന്ന് ഫീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറെ ഒരുപാട് പേര് വന്ന് ഫീഡ് ചെയ്ത് അത് ഫുഡൊക്കെ തീർത്തു. അതുകൊണ്ട് എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് കാണാൻ പറ്റി അതിനെ അത്രയും ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കും. അതുപോലെ തന്നെ പുറത്ത് 2 ഹട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹട്ടിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ലൈക്ക് ഹട്ട് നേരത്തെ റിസർവ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹട്ടിലിരുന്ന് കഴിക്കാം. റിസർവേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പോയി കഴിക്കാവുന്നതാണ്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ബാലിയിലെ ഫുഡ് ഭയങ്കര ഒരു സ്മോക്കി ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കേരള ടച്ചും കൂടെ ഉണ്ട് എവിടേക്കോ. അതുകൊണ്ടും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ഫുഡ്. നമുക്ക് അങ്ങനെ കേരള ഫുഡ് അധികം മിസ് ചെയ്തില്ല. പിന്നെ ഇവരിവിടെ പിള്ളേർക്ക് വേണ്ടി ഒരു പ്ലേ ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ഇൻ ബാലിയാണ്. പെട്ടെന്നൊരു മഴ. ഇവിടെ ഇതുപോലെയാണ്, ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആകും എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നിങ്ങൾ ഈ വീടുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ വീടുകളും ഏകദേശം ഒരേ സ്ട്രക്ചറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാലിക്കാർ ട്രഡീഷനും റിച്വൽസിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ ബാലിനി സ്റ്റൈലിൽ തന്നെയാണ് മോസ്റ്റ്ലി വീട് പണിയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ വീടൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് അവരുടെ ആ സ്റ്റൈലിൽ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ബാലിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേ ഉണ്ട്, ബാരോങ് ആർട്ട് ഫോം അവർ ഷോക്കേസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതൊക്കെ കണ്ട് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ നടുക്കായിട്ട് സെൻറ്ററിലായിട്ട് ഒരു മരം വെട്ടാതെ നിർത്തിയിട്ടുണ്ട്. അതിന് ചുറ്റും സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത്
ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് അത് അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൂടെ മഴയും. അതുപോലെ തന്നെ ഗണപതിയുടെ ഒരു വലിയ സ്റ്റാച്യു അവിടെയുണ്ട്. മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടും നമ്മൾ അകത്തിരുന്ന് നമ്മുടെ ഈ പാടത്തിൻ്റെയും മഴയുടെയും സ്റ്റാച്യൂസിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ വേറൊരു ഫീലായിരുന്നു, ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു വലിയ പെയിൻറ്റിംഗ് ഉണ്ട്. നമ്മുടെ ബാലിയിലെ ചരിത്രത്തിനെ പറ്റിയും ട്രഡിഷനെ പറ്റിയും വിശ്വാസത്തെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ചിത്രമാണത്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, ഹിഡൻ ഫാക്ടേഴ്സ്, അതൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് പോയി. ലാസ്റ്റ് ഡേ ഇൻ ബാലി. നമ്മൾ എയർപോർട്ടിലാണ്, തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അറിയാം ഒരു ഹ്യൂജ് എയർപോർട്ടാണിത്. നമുക്ക് അവിടെ തന്നെ ഏഷ്യൻ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കിട്ടും. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചൈനീസ് ടച്ചുള്ള റെസ്റ്റോറൻ്റാണിത്. എനിക്ക് മുഴുവനൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം ഇത് അത്രയും വലിയൊരു എയർപോർട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് അടുത്ത ഗേറ്റിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകും. ഇതാണ് ബാലി ഡ്യൂട്ടി ഫ്രീ. ക്രിസ്മസ് ടൈമിന് പോയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ കുറേ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ, പണ്ട് പള്ളിപ്പെരുന്നാളിന് പേരൻസിൻ്റെ കൈ പിടിച്ചിങ്ങനെ കൗതുകത്തോടെ നമ്മൾ ഓരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന പോലെ അത്രയും കൗതുകത്തോടെയാണ് ഞാൻ പോയത്. ഒരുപാട് എക്സ്പീരിയൻസ് ആൻഡ് മെമ്മറീസ് ഒക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അത് തന്നെയായിരുന്നു എനിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.